ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപരിചയമുള്ള എൻ്റെ കോമൺ ആയിട്ട് ഞാൻ ജേർണലിങ് ചെയ്യുന്ന ഒരു ജേർണലിംഗ് ബുക്കാണല്ലേ ഇത്. ഈ നിൽക്കുന്നത് ഞാനാട്ടോ എവിടുന്നോ പഴയ ഒരു ഷെൽഫിൽ നിന്നിട്ട് കിട്ടിയപ്പോൾ ഞാൻ അവിടെ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ള എല്ലാ ജേർണലിങ്ങും ഇതിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിലല്ലാണ്ട് ഞാൻ അപൂർവമായിട്ട് 1-2 പേജിലായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അല്ലാണ്ട് ഞാൻ ജേർണലിങ് ചെയ്തത് മൊത്തം ഇതിൽ തന്നെയാണ്. അതിൽ ഞാൻ കാണിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ട്രെയിൻ ടിക്കറ്റൊക്കെ അത് ഞാൻ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള ടിക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ എൻ്റെ മെമ്മറീസൊക്കെ ഞാൻ ഇതേപോലെ ജേർണലിങ് ചെയ്ത് വെക്കൽ ആ ഒരു ബുക്കിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുതൽ അങ്ങോട്ട് എൻ്റെ മെമ്മറീസ് ജേർണലിങ് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം ഒരു ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ജേർണൽ മേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബുക്ക് അതിനായിട്ട് മാറ്റി വെച്ചത്. ഇത് ഞാൻ റാൻഡമായിട്ട് ലുലുവിൽ പോയപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ മേടിച്ചതാണ്. ഇത് ഇന്ന പെർപ്പസിനെന്ന് വിചാരിച്ച് മേടിച്ചിട്ടുള്ളതല്ല. പക്ഷേ ഇത് അതിനായിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഫസ്റ്റിൽ ഇത് ഇതുപോലൊരു പേജ് ഉണ്ടായിരുന്നു. അത് ഞാനത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടു. അതൊരു ജേർണലിങ്ങിൽ ഒരു ചേരാത്ത പോലെ തോന്നി. അപ്പോൾ അത് ഞാൻ അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ഫസ്റ്റ് നമ്മുടെ സെപ്റ്റംബർ മന്തിൻ്റെ പേര് എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫസ്റ്റ് പേജ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ മന്തിൽ ഒരു സ്ട്രോബെറി തീമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പെൻസിൽ കൊണ്ട് ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് ഡിസൈനിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു 3 to 4 സ്ട്രോബെറീസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ ഞാൻ എഴുതിയത് വീഡിയോയിൽ കാണുന്നില്ല, പക്ഷെ അത് സെപ്റ്റംബറിന് ഒരു കാലിഗ്രഫി, പക്കാ കാലിഗ്രഫി അല്ല, ഏകദേശം ഒരു കാലിഗ്രഫി ലുക്കിൽ എഴുതിയിട്ടുള്ളതാണ് സെപ്റ്റംബറിന് മന്തിൻ്റെ പേര്. എന്നിട്ട് ഇതേ ഒരു 4-5 സ്ട്രോബെറീസ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതേ മക്കളുടെ കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അക്രിലിക് പെയിൻ്റൊക്കെ ലൈറ്റായിട്ട് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വെള്ളത്തിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ആദമോനും ഹിലു ബേബിയും യൂസ് ചെയ്യുന്ന കളറാണ്. പക്ഷേ അതിൽ ഒന്നായിട്ട് കളറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലൊരു ഓറഞ്ച് റെഡ് ഷെയ്ഡാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള റെഡ് അല്ല, ഒരു ഓറഞ്ചിഷ് റെഡാണ് അതിലുള്ളത്. അപ്പം ഞാനതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പിങ്കും കൂടി ആഡ് ചെയ്തിട്ട് ഒരു റെഡ്, ഒരു സ്ട്രോബെറി റെഡ് പോലത്തെ ഒരു റെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ആ ഒരു ഓറഞ്ചിഷ് റെഡ് മാത്രം യൂസ് ചെയ്തു. പിന്നെ ആ ഒരു പിങ്ക് അതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെന്നില്ലാത്തവർ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ആവശ്യമുള്ള പോർഷൻ മാത്രം കണ്ടാൽ മതി. ഞാൻ ആരെങ്കിലും ബിഗിനേഴ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ടി വരുമല്ലോ, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ ഇതേ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആവാൻ വെക്കണം. അപ്പോൾ ആ ഡ്രൈ ആവുന്ന സമയം കൊണ്ട് ഞാൻ ആ ഒരു ആദ്യം റാൻഡമായിട്ട് ഇങ്ങനെ ഒരു കേവ്സ് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കേവ്സിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊരു ഭംഗി, ഒരു വെറൈറ്റി. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ജേർണലിംഗ് ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പിൻട്രസ്റ്റിൽ ഇങ്ങനെ ഒരുപാട് നാളായിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെയ്താൽ അത്ര ഭംഗിയിൽ കിട്ടുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് ചെയ്യാനിരുന്നത്. പക്ഷേ ചെയ്യാനിരിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ക്ലോത്ത്സൊക്കെ ഫോൾഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വീഡിയോസ് കണ്ടുകൊണ്ടിട്ടാണല്ലോ ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാനതിൽ പേളിമാണി യൂട്യൂബ് ചാനൽ, പേളി ചേച്ചീനെ അറിയാത്തവരാരും ഉണ്ടാവില്ല. അപ്പം പേളിമാണീൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു, മൈൻഡ് പവറിൻ്റെ ഒരു പോഡ്കാസ്റ്റ്. അതിങ്ങനെ കേട്ടുകൊണ്ടിട്ടാണ് ഞാനിത് ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു, എനിക്ക് എന്താ അറിയില്ല, പേളി ചേച്ചീൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സസ് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് അതൊക്കെ കേട്ടാൽ ശരിക്കും ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നൽ. അങ്ങനെ അത് കേട്ടുകൊണ്ടിട്ടാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ്റെ പവറിലാണ് ഞാൻ ഇത് വന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ വിചാരിച്ച പോലെ തന്നെ മാഷാ അല്ലാഹ് ഞാൻ വിചാരിച്ച ഒരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ജെൽ പെന്നുകൊണ്ട് വരയ്ക്കുന്ന ഔട്ട്ലൈന് കൊടുക്കുന്നൊക്കെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടു. അതെന്താ ഫോണിന് എന്തോ ഒരു ഓട്ടോ ടച്ചിൻ്റെ ഇഷ്യൂ വന്നിട്ട് ഞാൻ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ കുറച്ച് റെക്കോർഡായിട്ട് പിന്നെ അത് ഓട്ടോ ടച്ച് ഓണായിട്ടോ എന്തോ സ്റ്റോപ്പായി പോവാണ് വീഡിയോ റെക്കോർഡിങ്. അപ്പോൾ അങ്ങനെ കുറച്ച് ക്ലിപ്സൊക്കെ മിസ്സായിട്ടുണ്ട്. എന്നാലും ഞാൻ ഏകദേശം എന്താണ് ചെയ്തതെന്നൊക്കെ മനസ്സിലാകുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.